ഹായ് ഹലോ സുഖല്ലേ. അപ്പോൾ ഞാനിന്ന് നല്ല ഒരു വരിക്കച്ചക്കയുടെ തേൻ വരിക്കയാണിത് കേട്ടോ. അതിൻ്റെ ഒരു നല്ലൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷുവിനും ഈസ്റ്ററിനും എല്ലാം ഇതുപോലെ കുറച്ച് ചക്ക ഉണ്ടെങ്കിൽ ഇതൊരു ചക്കയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് എന്താ പറയുക വരട്ടിയിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് പകുതിയോളം എടുത്തിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചക്ക പായസത്തിൻ്റെ പ്രത്യേകത നമുക്ക് കുറച്ച് കടിക്കാനും കിട്ടും, എന്നാൽ കുറച്ച് ഇത് നന്നായിട്ട് അലിഞ്ഞു ചേരുകയും ചെയ്യും. അതുപോലെ ഒരു ചക്ക പായസമാണ്. അപ്പോൾ ഇത്രയും ഭാഗം ഒന്ന് നമുക്ക് അരച്ചെടുക്കണം, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത്ര ബാക്കി വന്ന ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. അങ്ങനെ ചക്ക ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കിയാണ്, പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട. പിന്നെ ചക്ക ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടും ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിനകത്തേക്ക് വെള്ളം ഒരുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള 3 കട്ട വെള്ളം, ഒരു 150 ഗ്രാം, ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരുക്കാൻ വെക്കാം. അധികം വെള്ളം വേണ്ട ഇതിന്, കാരണം ചക്കയുടെ മധുരം നന്നായി. അടുത്തതായി പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അതിനകത്തേക്ക് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച ചക്കയില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് തന്നെ നമ്മുടെ ഈ കഷ്ണങ്ങളാക്കി വെച്ച ചക്കയില്ലേ അതും കൂടെ ഇട്ട് കൊടുത്തോളൂ. ഇനി ഈ ചക്ക ഒന്ന് ഈ നെയ്യിലെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് വാടി വരണം. അത് നമ്മുടെ ആ ശർക്കരപ്പാനി ഒന്ന് ഉരുക്കി വരുന്ന സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് യോജിച്ച് ഒന്ന് സെറ്റായി കിട്ടിക്കോളൂ. അത്രയും സമയം മാത്രമേ ഇതിന് വേണ്ടൂ. അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു സബും ലൈക്ക് ബട്ടണിൽ ഒരു ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു ചക്കപ്പായസമാണിത് കുടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇതൊരു 5-6 പേർക്ക് നമുക്ക് സുഖമായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മുടെ ചക്കയെല്ലാം പകുതിയോളം ആ വെള്ളം ഒരുങ്ങുന്ന സമയം കൊണ്ട് തന്നെ പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് വെള്ളം ഉരുക്കി അരിച്ചു മാറ്റി വെച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, അത് ശരിക്കും നല്ലൊരു ടേസ്റ്റാണെന്ന്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്ലെയിം കൂട്ടിയതിന് ശേഷം വെല്ലവും ചക്കയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും കുറച്ചേ ഉള്ളൂ എന്നേ, പക്ഷേ ശരിക്കും കുടിക്കുമ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ലേ ഒരു 5-6 പേർക്കൊക്കെ സുഖമായിട്ട് കുടിക്കാൻ പറ്റുമേ, അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും നമുക്കിത്. ഇനി ചക്കയും വെല്ലവുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് സെറ്റായിട്ട് വരട്ടെ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ചക്ക എല്ലാം വെന്തിട്ടുണ്ട്, വെല്ലവുമായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കണം. 2ാം പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് എടുത്തതെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങയിൽ നിന്ന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1ാം പാലും 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2ാം പാലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3ാം പാലിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ 2.5 കപ്പ് 2ാം പാൽ എടുക്കുമ്പോൾ തന്നെ ആ തേങ്ങയിലുള്ള എല്ലാ പാലും നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ, അതുവരെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു ടിപ്പും കൂടെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത് ഞങ്ങൾ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്, കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ, നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ ചക്ക പായസം തേങ്ങാപ്പാലും ഒക്കെ ആയിട്ട് 2ാം പാല് നന്നായിട്ട് യോജിച്ചെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം തമ്മിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ചക്ക കണ്ടോ, നമുക്കിങ്ങനെ കുറേശ്ശെ കഴിക്കാനും കിട്ടും, എന്നാൽ നന്നായിട്ട് കുറച്ച് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ചക്ക പായസം 2ാം പാലുമായിട്ട് നന്നായിട്ട് യോജിച്ച് എല്ലാം കുറുകി എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ ഒരു ഇതിന് വേണ്ടിയിട്ട് കട്ടിക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കാവേ. ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അധികം ആയി പോവരുതേ അധികം. അപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചിട്ടും ചേർത്ത് കൊടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടിയേക്കാൾ കൂടുതൽ എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഗോതമ്പ് പൊടി ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഇത് ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ്, ആരും ഇത് വിട്ടു പോകണ്ട. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ. ഇനി നമുക്ക് മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് കല്ലുപ്പ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 കട്ട ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ, നന്നായിട്ട് കുറുകി എല്ലാം യോജിച്ചെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടെടുത്ത 1ാം പാലാണ്, ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒരു 2-3 തിളയും കൂടെ തിളച്ചിട്ട് നമുക്ക് ഓഫാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിനകത്തേക്ക് വേണ്ട കാഷ്യും കിസ്മിസും കൂടെ ചേർത്താൽ മാത്രം മതി, ബാക്കിയൊക്കെ റെഡിയാണ്. അപ്പോൾ 2-3 തിള തിളക്കട്ടെ കേട്ടോ, അതുവരെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. 1ാം പാൽ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ ലൂസാണെന്ന് തോന്നും, പക്ഷേ ഇത് നമ്മളെല്ലാം കഴിഞ്ഞ്
തണിഞ്ഞ് വരുമ്പോഴത്തേനും നല്ല കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് വരും. കാരണം ഇതിനപ്പുറം തിക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു പുഡിങ്ങൊക്കെ പോലെ ഇരിക്കും. അതിന് നല്ല നമുക്ക് പായസം എന്ന് പറയുമ്പോൾ നമുക്കൊരു കോരി കുടിക്കാനല്ലേ നല്ലത്. അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവേ. അപ്പോൾ ഒന്ന് 2-3 തിള തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ പായസം 2-3 തിളയൊക്കെ വന്ന് ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിനി നെയ്യിൽ വറുത്ത് വെച്ച കുറച്ച് കാഷ്യൂം ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു പുതുപുത്തൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കണ്ടോ, നല്ല ഇതായിട്ട് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ.